പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഗോപാൽ ഇപ്പോൾ ആ കുടുംബത്തോടൊപ്പം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഗോപാലാണ് ആ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്തത്. ആദ്യം മുത്തൂറ്റ് ഹൗസിംഗ് ഫിനാൻസ് ആണ് എന്ന് അവിടെ ഒട്ടിച്ചിരിക്കുന്നത് കാണുന്നു. നമ്മൾ ആ വിഷയത്തിൽ ഇടപെടുന്നു, അവരുമായിട്ട് ബാങ്ക് അധികൃതരുമായിട്ടൊക്കെ സംസാരിക്കുന്നു. പക്ഷെ അപ്പോഴൊന്നും ആ വാതിൽ തുറക്കുന്നില്ല. ഒടുവിൽ മന്ത്രി തന്നെ ഇടപെടുന്നു, ആന്റോ അഗസ്റ്റിൻ തന്നെ ഇടപെടുന്നു. ഗോപാലുണ്ട് നമുക്കൊപ്പം. ഗോപാൽ, എന്തായാലും നമ്മുടെയൊക്കെ മാധ്യമപ്രവർത്തന ജീവിതത്തിൽ കുറച്ച് മനുഷ്യരുടെയൊക്കെ മുഖത്ത് ചിരി വിരിയുന്നതും കാണാൻ സാധിച്ചു എന്നത് മാത്രമാണ് വലിയ സന്തോഷങ്ങളിലൊന്ന്. എന്തായാലും അവരൊക്കെ ഹാപ്പിയല്ലേ ഇപ്പോഴും? കുട്ടികൾ സ്കൂളിൽ പോയി കാണുമല്ലോ അല്ലേ? തീർച്ചയായിട്ടും ഡോക്ടർ അരുൺ, നമുക്ക് ഈ മനുഷ്യന്മാരുടെ ചിരി കാണാനും അവരുടെ സന്തോഷത്തിൽ പങ്കുചേരാനും കഴിയുന്നതിനപ്പുറത്തേക്ക് ഈ ജോലി കൊണ്ട് മറ്റൊന്നും സാധിച്ചെടുക്കേണ്ടതില്ല എന്നതാണ് ഈ ഘട്ടത്തിൽ ഈ വീട്ടിൽ നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നൊരു കാര്യം. ഞാനിപ്പോൾ മുൻപ് കഴിഞ്ഞ തവണ ഈ വീട്ടിൽ വന്നപ്പോഴുള്ള ഒരു അന്തരീക്ഷമല്ല ഇവിടെയുള്ളത്. അന്ന് ഓമനയമ്മയും മക്കളുമൊക്കെ കരഞ്ഞുതേ ഈ പടിയിലിരിക്കുകയായിരുന്നു, വീടിനുള്ളിൽ കയറാൻ കഴിയാതെ. എന്നാൽ ഇന്ന് അവരുടെ സ്വന്തം വീട്ടിൽ അവരോട് ആരും അവകാശമോ അധികാരമോ എന്തിനിവിടെ കയറി എന്ന് ചോദിക്കാത്ത, മറ്റു ആരോടും ബാധ്യത പറയേണ്ടതില്ലാത്തവരുടെ സ്വന്തം വീട്ടിൽ ഇന്ന് അവർ ജീവിക്കുകയാണ്. അമ്മേ, എങ്ങനെയുണ്ട് പുതിയ ജീവിതം? നല്ല സന്തോഷമുണ്ട്. മക്കളൊക്കെ സ്കൂളിൽ പോകും, നല്ല സന്തോഷമുണ്ട്. അപ്പോൾ അന്നൊരു വല്ലാത്ത അനുഭവമായിരുന്നു, ഒരുപാട് കരഞ്ഞു. ഇപ്പൊ കരയണ്ട, അന്നൊരു വല്ലാത്ത അനുഭവമായിരുന്നു. നല്ല സന്തോഷമുണ്ട് സാറ് പൈസ കിട്ടിയെന്നതിന്. അപ്പോൾ അന്ന് വിനോദാണ്, കുടുംബനാഥൻ വിനോദാണ്. വിനോദ് അന്ന് പാലക്കാട് ജോലിക്ക് പോയിരിക്കുകയായിരുന്നു. പിന്നീട് നമുക്ക് പക്ഷേ ഇന്നാണ് നേരിട്ട് കാണുന്നത്. ഇപ്പോൾ ഏകദേശം പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ടോ? ഏകദേശം റിപ്പോർട്ട് സാറിന് ഞാൻ ജീവിതത്തിൽ ഒരിക്കലും മറക്കത്തില്ല. സുരേഷ് ഗോപി സാറിനെ, ജീവിതത്തിലെ മക്കളും അമ്മയും അവരൊക്കെ അന്ന് ഇത്രയും വിഷമിച്ചപ്പോൾ നിങ്ങളെപ്പോഴും ഈ റിപ്പോർട്ട് ചാനലിലുള്ള സാറൊക്കെയാണ് ഞങ്ങളെ ഇത്രയും കരയേറ്റി. വളരെ നന്ദിയുണ്ട്, വളരെ നന്ദിയുണ്ട്. ജീവിതത്തിൽ ഒരിക്കലും മറക്കത്തില്ല സുരേഷ് ഗോപി സാറിനെ. കുഞ്ഞുങ്ങളൊക്കെ എന്ത് പറയുന്നത്? അന്ന് കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര വിഷമമാണ്, സ്കൂളിൽ പോകുമ്പോൾ കളിയാക്കുമെന്ന്. കരയുമായിരുന്നു, ഞാൻ അവിടെ കരയുമായിരുന്നു. പാലക്കാട് ഒറ്റപ്പാലത്ത് അവിടെ പോയ സുഹൃത്തിൻ്റെ അടുത്ത് പോയതായിരുന്നു ടാപ്പിങ്ങിന് വേണ്ടിയിട്ട്. അവിടെ ഇപ്പോൾ മഴ കാരണം ഇപ്പോൾ ഞാൻ 2 ദിവസമായിട്ട് ഇവിടെ വന്നിട്ട്. മക്കളെ പ്രശ്നമൊക്കെ മാറിയോ? കളിയാക്കലൊക്കെ മാറി. പിന്നെ എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. സുരേഷ് ഗോപി സാറിനും റിപ്പോർട്ട് ചാനലിനും നന്ദി പറയുന്നു. സാർ ഇങ്ങനെ സഹായിക്കാതിരുന്നെങ്കിൽ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ലായിരുന്നു. നമ്മുടെ ആധാരം എന്ന് കിട്ടുമെന്ന് വല്ല അവർ പറഞ്ഞോ? 21 പ്രവൃത്തി ദിവസങ്ങളാണ് അവർ പറയുന്നത്. ഡോക്ടർ അരുൺ, ഇവർ നന്ദി പറച്ചിൽ തന്നെയാണ്. ക്യാമറയിൽ കാണിക്കുന്നതിന് മുൻപും ഒരുപാട് നന്ദി പറച്ചു ഞാൻ കേട്ടു, ഒരുപാട് സ്നേഹപ്രകടനം. ആ സ്നേഹം എനിക്ക് ഇവിടെ ഒന്ന് സ്വീകരിക്കാൻ ഇതെല്ലാം അവരുടെ ആധാരം കൂടി തിരിച്ചു വാങ്ങിച്ചു കൊടുക്കണം കേട്ടോ ഗോപാൽ. മുത്തൂറ്റ് ഹൗസിംഗ് ഫിനാൻസ് ആണ്. നമ്മൾ ആ സമയത്ത് ഇടപെട്ടിട്ടൊന്നും അവർ അനുകൂലമായി പ്രതികരിച്ചില്ല. അതുപോട്ടെ, എങ്കിലും ആ ആധാരം തിരിച്ചു കൊടുക്കും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. കൊടുത്തല്ലേ പറ്റൂ. അപ്പോൾ എന്തായാലും ഗോപാൽ അത് വാങ്ങി കൊടുക്കണം. താങ്ക് യു. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇപ്പോൾ ഗോപാൽ പറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള നിമിഷം എന്ന് പറയുന്നത് കണ്ണീരും പുഞ്ചിരിയും കൂടി വരുന്ന നിമിഷമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ അങ്ങനെ ഒരു ദൃശ്യമാണ് പ്രേക്ഷകർ കണ്ടത്.